ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് അംന കെ.വി. എന്നാണ്. ഞാൻ HMM മുഴിക്കൽ മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സൂറത്തുൽ അംബിയായിലൂടെയും സ്വാദിലൂടെയും അല്ലാഹു വിവരിച്ച കഠിനമായ പരീക്ഷണത്തിലും ക്ഷമയുടെ മാർഗം കൈകൊണ്ട വിശുദ്ധനായ അയ്യൂബ് നബിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കൃഷിയിടങ്ങളും തോട്ടങ്ങളും കന്നുകാലികളും ഉൾപ്പെടെ ധാരാളം സ്വത്തിന്റെ അധിപനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരോഗ്യവും കുടുംബവും കൂടിയായപ്പോൾ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ഒത്തിണങ്ങി. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം സുഖസൗകര്യത്തിൽ ഒരിക്കലും മതിമറന്നില്ല. അനുഗ്രഹങ്ങളെല്ലാം തനിക്കു തന്ന അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും കടമകൾ പാലിച്ചുകൊണ്ടും വിനയാന്വിതനായി അദ്ദേഹം ജീവിതം നയിച്ചു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ദുരിതം കൊണ്ട് പരീക്ഷിക്കാൻ തുടങ്ങി. എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതായി, സ്വത്തുക്കളെല്ലാം നശിച്ചു, മക്കൾ മരണപ്പെട്ടു, രോഗം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി. ഇതിനൊക്കെ പുറമെ സ്വന്തക്കാരും അനുയായികളും വെറുത്തു. നല്ലവളായ അദ്ദേഹത്തിന്റെ ഭാര്യയും കുറച്ചു അനുയായികളും മാത്രം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. ഇങ്ങനെ ദാരിദ്ര്യവും രോഗവും മറ്റു ദുരിതങ്ങളും വീർപ്പുമുട്ടിച്ചു കൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം വിശ്വാസത്താൽ സമ്പന്നമായിരുന്നു. ഇതുമൂലം പരീക്ഷണങ്ങളിൽ അദ്ദേഹം നന്നായി ക്ഷമിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന് അയ്യൂബിനോട് തീരെ സ്നേഹമില്ലെന്നും കൂടാതെ അദ്ദേഹത്തോട് വെറുപ്പാണെന്നും അവശേഷിച്ചിരുന്ന കുറച്ചു അനുയായികളുടെ മനസ്സിൽ പിശാച് മന്ത്രിച്ചു. തന്റെ കൂടെ എന്നും ഉണ്ടായിരുന്ന ഭാര്യയിൽ നിന്ന് പോലും ഇത്തരം ചില വാക്കുകൾ കേട്ടപ്പോൾ തനിക്കു ബാധിച്ച ദുരിതങ്ങളെക്കാളേറെ വേദന നിറഞ്ഞതായി ഇത്തരം പ്രചാരണങ്ങൾ. അല്ലാഹുവേ, എന്റെ അസുഖം നീ ഭേദമാക്കിയാൽ എന്റെ ഭാര്യയെ ഞാൻ ഇത്ര അടി അടിക്കും. അദ്ദേഹം സത്യം ചെയ്തു. മാത്രമല്ല, തന്റെ മനോവേദനയുടെ ആഴത്തെക്കുറിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ക്ഷമയും ബോധ്യമായ അള്ളാഹു പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് പൂർവാധികം അനുഗ്രഹം നൽകി. അള്ളാഹു പറഞ്ഞു, കാലുകൊണ്ട് നീ നിലത്ത് ചവിട്ടുക, അപ്പോൾ പൊട്ടിവരുന്ന ഉറവിൽ നിന്ന് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുക. അങ്ങനെ രോഗം സുഖപ്പെട്ട ശേഷം അള്ളാഹു അദ്ദേഹത്തിന് സ്വത്തും സന്താനങ്ങളും നൽകി. അദ്ദേഹത്തിന്റെ സത്യം പാലിക്കാൻ ഈർക്കിലുകൾ കൂട്ടിപ്പിടിച്ച് ഭാര്യയെ ഒറ്റ അടി അടിക്കാനും അള്ളാഹു കൽപ്പിച്ചു. പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം നേരിട്ട അയ്യൂബ് നബിക്കും വിഷമഘട്ടത്തിൽ ഭർത്താവിന്റെ കൂടെ സഹിച്ചു നിന്ന സ്നേഹവതിയായ ഭാര്യക്കുമുള്ള അള്ളാഹുവിന്റെ ഒരു ദയാദാക്ഷിണ്യമായിരുന്നു ഇത്. ഈ കഥയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠം, ദുരിതങ്ങളും ദുരന്തങ്ങളും ബാധിക്കുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരുന്ന അള്ളാഹുവിൽ മാത്രം അഭയം തേടുകയും അള്ളാഹുവിന്റെ കാരുണ്യം വിദൂരമല്ല എന്ന് മനസ്സിലാക്കുകയും കൂടാതെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നബിമാർ പോലും ഒഴിവല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നതുമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.